നമസ്കാരം. ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി നിന്ന വയനാട് ജനതയുടെ നെഞ്ചിലാണ് ഇടുത്തി പോലെ കാലന്റെ രൂപത്തിൽ ഉരുൾപൊട്ടൽ പെയ്തിറങ്ങി ഒറ്റ രാത്രി കൊണ്ട് വയനാട് ജനത മുഴുവനും, അതായത് ഒരു നാട് മുഴുവനും ഒലിച്ചുപോയത്. അതിൽ അന്ന് നമ്മൾ കണ്ടതാണ് കേരളം ഒന്നടക്കം ഒത്തൊരുമയോടെ കൂടെ നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. ഒരു അപകടം നടന്ന ഉടനെ തന്നെ വയനാട്ടിലേക്ക് അതിരാവിലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഡൽഹിയിൽ കൺട്രോൾ റൂം തുറക്കുകയും അതോടൊപ്പം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൺട്രോൾ റൂം തുറക്കുകയും എല്ലാ സ്ഥിതിഗതികളും വിലയിരുത്തുകയും ദുരന്ത വ്യാപ്തി മനസ്സിലാക്കിയ ശേഷം ഉടൻ തന്നെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്ത്യൻ ആർമിയോട് ഉടൻ തന്നെ വയനാട്ടിലേക്ക് എത്താനുള്ള കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ആർമിയോട് തയ്യാറായിരിക്കാനും ഒരു നിർദ്ദേശം നൽകുകയുണ്ടാണ്. അത് റെഡ് അലർട്ട് നൽകി. അതിനുശേഷം കേന്ദ്ര സർക്കാർ തന്നെ വയനാട് ഏറ്റെടുക്കുകയും സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യന്റെയും നേതൃത്വത്തിൽ വയനാട്ടിൽ ദൗത്യമെല്ലാം ആരംഭിക്കുകയും ചെയ്തു. ഇന്ത്യൻ ആർമിയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം കഴിഞ്ഞതിനു ശേഷമാണ് ജോർജ് കുര്യൻ വയനാട്ടിൽ നിന്ന് മടങ്ങുകയും അതോടൊപ്പം തന്നെ നേരെ നരേന്ദ്രമോദിയെ കണ്ട് വിശദമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തത്. സുരേഷ് ഗോപിയും ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കം മോദിയെ കാണുകയും എല്ലാം വിശദമായി മോദിയെ ധരിപ്പിക്കുകയും ചെയ്തത്. അതിനുശേഷം നരേന്ദ്രമോദി കേരളത്തിൽ വരികയും, അതായത് വയനാട് വരികയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും അതിനുവേണ്ട എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു. അന്ന് വിശദമായ ഒരു റിപ്പോർട്ട്, അതായത് എത്ര രൂപയുടെ നാശനഷ്ടമുണ്ടായി, ആരുടെയൊക്കെ ജീവൻ പോയി, എത്ര പേർക്ക് പരിക്ക് പറ്റി എന്നത് കൃത്യമായ ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി സമർപ്പിക്കാൻ അന്ന് മോദി നമ്മളെ സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ഉത്തരവാദിത്തമുള്ള സർക്കാരായിരുന്നു എങ്കിൽ 2 ദിവസത്തിനകം തന്നെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ആ മെമ്മോറാണ്ടം തയ്യാറാക്കി കേന്ദ്രത്തിന് കൊടുക്കുമായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. അതിനു മുന്നേ തന്നെ മോദി വന്നപ്പോൾ 2000 കോടി രൂപയുടെ പാക്കേജ് വേണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഒരു ആവശ്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. നിലവിൽ വന്നൊരു പ്രധാന വാർത്ത എന്താണെന്നാൽ കേരളം ഹൈക്കോടതി ഒരു അമിക്കസ് ക്യൂറിയെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. വയനാട് ദുരന്തത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഒരു വക്കീലിനെ അമിക്കസ് ക്യൂറിയെ നിയമിച്ചിട്ടുണ്ടായിരുന്നു, ഒരു അഡ്വക്കേറ്റിനെ. സ്ഥിതിഗതികൾ പഠിക്കുന്നതിന് വേണ്ടി വയനാട് സംഭവത്തിൽ ഒരു പഠനം നടത്താനാണ് ഹൈക്കോടതി നിലവിൽ ഒരു അഡ്വക്കേറ്റിനെ അമിക്കസ് ക്യൂറി എന്നൊരു പദവി കൊടുത്ത് നിയമിച്ച് വയനാട്ടിലേക്ക് വിട്ടത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മുന്നറിയിപ്പുകൾ അവഗണിച്ചുവെന്നും ആണ് ആ റിപ്പോർട്ടിലെ ഏറ്റവും പ്രസക്ത ഭാഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. നിലവിൽ അമിക്കസ് ക്യൂറി റിപ്പോർട്ട് വയനാടുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയ വക്കീല് ആ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. വയനാട് 5 വർഷത്തേക്ക് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുമെന്നും 2019 ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിൽ പറഞ്ഞിരുന്നുവെന്നും വയനാട്ടിൽ 29 വില്ലേജുകൾ പ്രശ്നബാധിത പ്രദേശമാണെന്നും റിപ്പോർട്ടിലുണ്ടെന്ന് അമിക്കസ് ക്യൂറി തന്നെ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഓറഞ്ച് ബുക്കിൽ ഉൾപ്പെടെ പ്രദേശമായിരുന്നിട്ടും ശാസ്ത്രീയമായി മഴയുടെ തോത് കണ്ടെത്താനായില്ല. ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ സംവിധാനം ഇല്ലാത്തതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചതെന്ന് റിപ്പോർട്ടിലുണ്ട്. മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാത്തതാണ് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ജൂൺ ജൂലൈയിൽ ഒരു വലിയ ശക്തമായ ഒരു മഴ ഉണ്ടാകുമെന്നും വയനാട് പോലെയുള്ള പ്രദേശങ്ങളിൽ അതായത് വയനാട് പോലെയുള്ള ലോല പ്രദേശങ്ങളിൽ ഭൂമി കുലുക്കം അല്ലെങ്കിൽ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് 10 NDRF ടീമിനെ മലപ്പുറം, കോഴിക്കോട്, വയനാട് പ്രദേശങ്ങളിലേക്ക് അയച്ചത്. അത് മാത്രമല്ല, റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. കേന്ദ്രത്തിന്റെ ചുരുക്കം നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ ഒരു കാലാവസ്ഥ സംവിധാനം അനുസരിച്ച്, സാങ്കേതികം അനുസരിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡ് അലേർട്ട് കണ്ടുപിടിക്കാനും അതിനുള്ള ടെക്നോളജി സാധ്യതകളുണ്ട്. പക്ഷേ കേന്ദ്രം കൊടുത്തപ്പോഴും നമ്മുടെ സംസ്ഥാന സർക്കാർ അതൊന്നും തന്നെ ചെവി കൊണ്ടില്ല. എന്നിട്ട് കേരളം നോക്കിയത്, നമ്മുടെ കേരളത്തിലെ തന്നെ ദുരന്ത നിവാരണ വകുപ്പ് എന്തൊക്കെയാണ് പുറപ്പെടുവിക്കുന്നത് അത് നോക്കിക്കൊണ്ടിരുന്നതിന്റെ ഒരു പരിണിത ഫലമാണ് വയനാട്ടിൽ സംഭവിച്ചത് എന്നതാണ് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഇത്രയും ദിവസം കഴിഞ്ഞതിന് ശേഷവും സംസ്ഥാന സർക്കാർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തില്ല എന്നത് എത്രത്തോളം സംസ്ഥാന സർക്കാരിന് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടൊരു ഉത്തരവാദിത്തം ഉണ്ട് എന്നതാണ്. ഒരു നിരുത്തരവാദപരമായ ഒരു പെരുമാറ്റം വയനാട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നതാണ് വ്യക്തമാക്കുന്നത്.